മമ്മൂക്ക താങ്കളെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ ലോകം മുഴുവൻ കേട്ടു. സജീഷിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ പ്രത്യേകമായി കണ്ടെത്തിയ ആളാണെന്നാണ്. അതിൻ്റെ പിന്നിലും ഒരു വലിയ കഥയുണ്ടില്ല. സജീഷിൻ്റെ ഒരു കഥ നമുക്കൊരു സിനിമാ കഥയെക്കാളും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു രജനീകാന്ത് സിനിമയെ പോലെ തന്നെ ഇങ്ങനെ വലിയ പാവപ്പെട്ടവൻ പണക്കാരനാകുന്നൊരു കഥയല്ലേ, അച്ഛനും അമ്മയും ജോലിയും. പക്ഷേ 10ാം ക്ലാസ്സിൽ തോറ്റ ആളോട് എനിക്ക് വലിയ ബഹുമാനമാണ്. കാരണം ഞാനും പണ്ട് പ്രീ ഡിഗ്രി തോറ്റ ആളാണ്. അപ്പോൾ അതുകൊണ്ട് തോക്കുക എന്ന് പറയുന്നത് അത്ര മോശം കാര്യമൊന്നുമില്ല. തോക്കുന്നത് നമ്മൾ ജയിക്കാൻ വേണ്ടിയാന്നുള്ള മനസ്സിലാക്കും. അതിലൂടെയാണ് താങ്കൾ വീണ്ടും പ്രശസ്തനാകുന്നത്. എങ്ങനെയാണ് അതിലേക്കൊക്കെ എത്തിപ്പെട്ടത്? മമ്മൂക്ക എല്ലാ വർഷവും ഏറ്റവും മികച്ച ഒരു സ്ഥാപനത്തിനോ ഒരു വ്യക്തിക്കോ ഒരു അവാർഡ് കൊടുക്കാറുണ്ട്. നേരിട്ട് തിരഞ്ഞെടുത്തിട്ട് ഒരു അവാർഡ് കൊടുക്കാറുണ്ട്. കൈരളി ചാനലിൻ്റെ ചെയർമാൻ്റെ പ്രത്യേക പുരസ്കാരം, ഒരു ഇന്നോടെക് അവാർഡ്. അതിന് അദ്ദേഹം എന്നെ സെലക്ട് ചെയ്യുകയാണ് ചെയ്തത്, നേരിട്ട് സെലക്ട് ചെയ്യുകയാണ് ചെയ്തത്. അനുഗ്രഹമായിട്ട് ഒരു നിമിത്തമായതിൽ ഞാനും എൻ്റെ സ്പാർക്കിലുള്ള പാർട്ട്നേഴ്സും താങ്കളോടും തീർച്ചയായിട്ടും സാർ, ഞാൻ ഈ അവസരത്തിൽ അങ്ങയോട് അതിനോട് ഒരു നന്ദി അറിയിക്കുക കൂടെ ചെയ്യുകയാണ്.